അങ്ങനെ കുറച്ചധികം നാളുകളായിട്ട് കാത്തിരിക്കുന്ന ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.3 അപ്ഡേറ്റ് റിലീസ് ചെയ്തേക്കുവാണ് ഫൈനലി. സോ ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ച സൈസ് എന്ന് പറയുന്നത് ഏകദേശം 4 GB അടുത്താണ് ഓൺ iPhone 17 Pro. കറൻ്റ്ലി iOS 26 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും 26.3 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേർഷൻ നമ്പർ എന്ന് പറയുന്നത് 23D127 എന്നുള്ളതാണ്. ആൻഡ് മോഡം ഫേംവെയറും അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. 1.40.03 എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഐഫോണിൻ്റെ മോഡൽ അനുസരിച്ച് അതിൽ വന്നിരിക്കുന്ന മോഡത്തിന് വ്യത്യാസം ഉണ്ടാകും. സോ നമ്പേഴ്സിലും വ്യത്യാസം ഉണ്ടായിരിക്കും, അതും ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്തത് പൂർണ്ണമായിട്ടും ഐട്യൂൺസ് ഉപയോഗിച്ചിട്ടാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. OT അപ്ഡേറ്റ് അല്ല ചെയ്തേക്കുന്നത്. എല്ലാവരും ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് പഴയ വീഡിയോകളിൽ. അതായത് ഐട്യൂൺസ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അപ്ഡേറ്റിന് ശേഷം സോൾവ് ആകാത്ത എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടിന്യൂസ്ലി നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐട്യൂൺസ് ഉപയോഗിച്ച് ഒരു ക്ലീൻ ഇൻസ്റ്റലേഷൻ നടത്താമെന്നാണ്. ഐട്യൂൺസ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പക്ക ക്ലീൻ ഇൻസ്റ്റലേഷൻ. അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ വളരെ ലളിതമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളും അതോടൊപ്പം തന്നെ ഒപ്റ്റിമൈസേഷനുമാണ് പ്രധാനമായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഗ് ഫിക്സുകൾ, പെർഫോമൻസ്, ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ. സോ ഇതിലെ ഒന്നാമത്തെ ചേഞ്ച് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് സെറ്റിംഗ്സ് ജനറൽസിൽ ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആപ്പിൾ ട്രാൻസ്ഫർ ടു ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്നേക്കുവാണ്. സോ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഓപ്ഷൻ തന്നെ ആപ്പിൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആൻഡ്രോയിഡ് ഡിവൈസ് അടുത്ത് വെക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ഇപ്പം ഐഫോൺ ടു ഐഫോൺ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഐഫോണിൽ നിന്ന് സകല ഡേറ്റാസും ഇൻക്ലൂഡിങ് നിങ്ങളുടെ കോൺടാക്ട്സ്, ഫോട്ടോസ്, വീഡിയോസ്, വാട്സാപ്പ് ഡേറ്റ, ഇതെല്ലാം നിങ്ങൾക്ക് ആൻഡ്രോയിഡിലേക്ക് സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു ഫീച്ചറാണ് ആപ്പിൾ ബിൽറ്റിനായിട്ട് ഇപ്പം 26.3 കൊടുത്തിരിക്കുന്നത്. പിന്നെ വരാൻ പോകുന്ന ഒരു മാറ്റം നമുക്ക് നിലവിലറിയാം. ഇന്ത്യയിൽ പല കാരിയേഴ്സും നമുക്ക് RCS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഐഫോണിലെ മെസ്സേജസ് ആപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ ഓപ്ഷനിൽ RCS മെസ്സേജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കാണാം. ഇതിനെപ്പറ്റി ഓൾറെഡി ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ എങ്ങനെ ഐഫോണിൽ RCS മെസ്സേജ് എനേബിൾ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം, അത് കണ്ടു നോക്കുക. സോ ഈ ഒരു RCS മെസ്സേജിന് ആപ്പിൾ 26.3 അപ്ഡേറ്റ് മുതൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ കൊണ്ടുവരാൻ പോവാണ്. സോ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ആയിക്കോട്ടെ, ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും അത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതോടൊപ്പം RCS വേർഷൻ 3.0 പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് നിലവിൽ iMessageലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മെസ്സേജുകൾ, അയച്ചിട്ടുള്ള മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ഇൻലൈൻ റിപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ വാട്സാപ്പിലും കാണുന്നതാണ്. അതേ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്കിനി RCSലും ടെക്സ്റ്റ് മെസ്സേജിലും ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു RCS മെസ്സേജ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനേബിൾ ചെയ്യുക. 2 വ്യൂ മോർ ഓപ്ഷനിൽ വന്നേക്കുന്നത് ഒരു വ്യൂ അല്ലെങ്കിൽ വിഷ്വൽ ചേഞ്ച് ആണ്. അതായത് നമ്മളിപ്പം സഫാരിയിൽ പോയി ഇതുപോലെ ഒരു വെബ് പേജ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വ്യൂ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പം മാറിയിട്ടുണ്ട്. 26.2 അപ്ഡേറ്റ് വരെ ഇങ്ങനെയായിരുന്നു. മോർ എന്ന് പറയുന്ന ആ 3 ഡോട്ട് ഓപ്ഷൻ ആയിരുന്നു. അതിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. കോപ്പി, ആഡ് ടു ബുക്ക് മാർക്ക്, ആഡ് ടു റീഡിംഗ് ലിസ്റ്റ് എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ആ വ്യൂ മോറിൻ്റെ ആ ഒരു ഐക്കൺ അല്ലെങ്കിൽ ആ ഒരു ഗിഫ് ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 3 ഡോട്ട് എന്നുള്ളത് മാറിയിട്ട് ഒരു വ്യൂ ഡൗൺ ചെയ്യുന്ന ഒരു ആരോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ സെക്യൂരിറ്റി പാച്ചസ്. ആപ്പിൾ 40-ലധികം സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആണ് ഈ ഒരു അപ്ഡേറ്റിൽ പാച്ച് ചെയ്തേക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം തന്നെ മതി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് മനസ്സിലാകാൻ. പിന്നെ ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷനിൽ ചെറിയൊരു വളരെ മൈനർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വെതർ ആൻഡ് ആസ്ട്രോണമി ഒരൊറ്റ സിംഗിൾ കാറ്റഗറി ആയിട്ടായിരുന്നു. അതിൽ നമുക്ക് ഒരൊറ്റ വെതറിൻ്റെ ഒരു ഓപ്ഷനും ബാക്കിയുള്ള ആസ്ട്രോണമിക്കൽ സോളാർ സിസ്റ്റത്തിലുള്ള മറ്റ് പ്ലാനറ്റ്സ് വെച്ചിട്ടുള്ള വാൾപേപ്പേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം പുതിയ അപ്ഡേറ്റിൽ അത് ആപ്പിൾ സെപ്പറേറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പം വെതറിന് സെപ്പറേഷനും ആസ്ട്രോണമിയും 2 ആയിട്ട് കൊടുത്തേക്കുവാണ്. ഇതിനോടൊപ്പം തന്നെ ആപ്പിൾ സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ ലൊക്കേഷൻ സർവീസിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പം വെതറിൻ്റെ തൊട്ട് താഴെയായിട്ട് വെതർ വാൾപേപ്പർ എന്ന് പറയുന്ന പുതിയൊരു അഡീഷണൽ ഓപ്ഷനും കൂടെ. സോ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അവിടുത്തെ വെതർ, സണ്ണി ആണെങ്കിൽ അങ്ങനെ, അതല്ല റെയിനി ആണെങ്കിൽ തണ്ടർ സ്റ്റോം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കറൻ്റ്ലി നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന വെതർ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ആപ്പിൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിസൈസ് ലൊക്കേഷനും നെവറും കൊടുത്താൽ മതി. നമുക്ക് ബാറ്ററി അങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു പുതിയ ചേഞ്ചും കൂടെ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ആപ്പിളിൻ്റെ C1 അല്ലെങ്കിൽ C1X മോഡം ഉപയോഗിക്കുന്ന ഡിവൈസുകളിൽ മാത്രമാണ് ഇപ്പം ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്.
ലിമിറ്റ് പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറയുന്ന, അതായത് സെല്ലുലാർ നെറ്റ്വർക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മിന് അല്ലെങ്കിൽ ആ ഒരു സിം കമ്പനിക്ക് നമ്മുടെ പ്രിസൈസ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ഫീച്ചറാണ് ലിമിറ്റ് പ്രിസൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീച്ചർ. ഇത് കറൻ്റ്ലി US-ലും UK-ലും ജർമ്മനിയിലും തായ്ലാൻഡിലുമാണ് ഈ ഒരു ഫീച്ചർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില ക്യാരിയേഴ്സിന് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് മ്യൂസിക് ആപ്പിലും ചെറിയ വിഷ്വൽ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആപ്പിളിൻ്റെ സെർവർ സൈഡിൽ നിന്ന് ആപ്പിൾ പുഷ് ചെയ്യുന്നുണ്ട്. സോ ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും ടോപ്പിലുള്ള ആ ഹോം എന്നുള്ള ഹെഡറിന് തൊട്ട് താഴെയുള്ള ടോപ്പ് പിക്സ് ഫോർ യു എന്നുള്ളത് നമുക്ക് കാണാം കുറച്ചും കൂടെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റ് സൈസ് കുറച്ചും കൂടെ ബോൾഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള മെയ്ഡ് ഫോർ യു എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ താഴത്തേക്ക്, ഏറ്റവും താഴത്തേക്ക് അതിനകത്ത് കൊണ്ടുവന്നേക്കുവാണ് മെയ്ഡ് ഫോർ യു. ആൻഡ് മിലൻ തോമസ് സ്റ്റേഷൻ എന്നുള്ളതും താഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുവാണ്. ഇവിടെ ഇതിനകത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ആ മിലൻ തോമസ് സ്റ്റേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഇമേജിന് തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു ബോർഡർ ആപ്പിൾ റിമൂവ് ചെയ്തു. അതിന് പകരം കംപ്ലീറ്റ്ലി ആ ഒരു ഇമേജ് ഫില്ലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതിപ്പം ഏത് കവർ പിക്ചർ എടുത്താലും നമുക്ക് ആ രീതിയിലാണ്. ആ താഴത്തെ ബോർഡർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക്, സെൻറ്റർ അലൈൻഡ് ആയിരുന്നു എല്ലാ ടെക്സ്റ്റുകളും, ഇപ്പം ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുവാണ്. ആൻഡ് മെയ്ഡ് ബൈ യു അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ സ്മോളറാക്കി ഇതിനകത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തേക്കുവാണ്. പിന്നെ ഇതിൽ വന്ന അടുത്ത ബിഗ്ഗസ്റ്റ് ചേഞ്ച് ആണ് നോട്ടിഫിക്കേഷൻ ഫോർവേഡിങ്. അതായത് ഇതുവരെ നമുക്ക് ആപ്പിൾ വാച്ച് അല്ലാതെ മറ്റേത് സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചാലും ഇതിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ആ വാച്ചിൽ കാണിക്കത്തില്ലായിരുന്നു. ഈവൻ ദോ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എത്ര വില കൂടിയ വാച്ച് ആയിരുന്നെങ്കിലും ഐഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ അതിൽ വരത്തില്ലായിരുന്നു. എന്നാൽ ഈ ഒരു അപ്ഡേറ്റോടെ ആ ഒരു പ്രോബ്ലം ആപ്പിൾ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു പരിഹാരം കൊണ്ടുവന്നേക്കുന്നത് ഈ യൂറോപ്യൻ യൂണിയനിൽ മാത്രമാണ്, EU-ൽ മാത്രമാണ്. നമുക്കൊന്നും അവൈലബിൾ അല്ല. ഈവൻ US-ൽ പോലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. സോ നിങ്ങൾ യൂറോപ്പിലുള്ളവരാണെങ്കിൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ ഇവിടെ താഴെയായിട്ട് നോട്ടിഫിക്കേഷൻസ് ഫോർവേഡിംഗ് എന്ന ഓപ്ഷൻ കൂടെ എക്സ്ട്രാ കാണാൻ സാധിക്കും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് തേർഡ് പാർട്ടി സ്മാർട്ട് വാച്ച് ആണെങ്കിലും അതിലേക്ക് ഐഫോണിൽ വരുന്ന അതേ നോട്ടിഫിക്കേഷൻസ് ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. താമസിക്കാതെ മറ്റു രാജ്യങ്ങളിലും ഈ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇതോടൊപ്പം ആപ്പിൾ മറ്റൊരു ചേഞ്ചും കൂടെ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടെന്ന്. നമ്മൾ ഇതുപോലെ ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ എയർപോഡുകളൊക്കെ പെയർ ചെയ്യുമ്പം ഈ പ്രോക്സിമിറ്റി പെയറിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പോപ്പപ്പ് വരുന്നത്. ഇതുപോലെ ഇനി മുതൽ ഏത് തേർഡ് പാർട്ടി ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസ് ഐഫോണിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കിയാലും ഇതുപോലത്തെ പ്രോക്സിമിറ്റി പെയറിംഗ് പോലത്തെ ഈ ഒരു പോപ്പപ്പ് ഫീച്ചർ നമുക്ക് ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി എയർടാഗ് 2 നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് ടാബിൽ എയർടാഗ് 2ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഫുള്ളി ഈ ഒരു അപ്ഡേറ്റോടെ സപ്പോർട്ടഡ് ആകും നമ്മുടെ എല്ലാം ഡിവൈസിൽ. സോ ഓൾഡർ ജനറേഷൻ ഡിവൈസിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അപ്ഡേറ്റോടെ എയർടാഗ് 2ൻ്റെ ഫുൾ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ്, ബാറ്ററി ആൻഡ് ബഗ് ഫിക്സുകൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കേണ്ടത്. ആദ്യം തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കഴിഞ്ഞ പ്രീവിയസ് 26.2 അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായി എന്നല്ലാതെ പിന്നീട് അങ്ങോട്ട് പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല രീതിയിൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും ലഭിക്കുന്നുണ്ടായിരുന്നു. സോ ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത ഏതാനും കുറച്ച് മണിക്കൂറിനുള്ളിൽ നമുക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു 2 മുതൽ 4 ദിവസം വരെ ബാറ്ററി പെർഫോമൻസിനെ നല്ല രീതിയിൽ ഇത് ബാധിക്കും. ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാവും, ബാറ്ററി ഓവർ ഹീറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ടുള്ള കാര്യമാണ്, വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നതുകൊണ്ടാണ് നോർമലി ഉള്ള ബാറ്ററി പെർഫോമൻസിനെ അത് ബാധിക്കുന്നത്. കൂടുതലായിട്ട് ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടാകാനുള്ള കാരണവും ഇതാണ്, ഇൻഡെക്സിങ്. സോ ഈ ഇൻഡെക്സിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററി ഹെൽത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പം ബാറ്ററി ഹെൽത്ത് 100% ആണ്. ഇൻഡെക്സിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീഡിങ് അറിയാൻ സാധിക്കത്തുള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയാണ് ഇത്, നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ യൂഷ്വലി നിങ്ങൾക്ക് ലഭിക്കുന്ന ബാറ്ററി പെർഫോമൻസ് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു 4-5 ദിവസം ലഭിക്കത്തില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് പെർഫോമൻസിനെ പറ്റി പറഞ്ഞു വരുമ്പം പഴയ 26.2 എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെയുള്ളൊരു സ്മൂത്ത് ആൻഡ് ലാഗൊന്നും ഇല്ലാത്ത, സ്റ്റട്ടറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പെർഫോമൻസ് ആണ്. ആൻഡ് ഓൾഡർ ജനറേഷൻ ഡിവൈസുകൾ ഉപയോഗിക്കുന്നവർക്കും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബാറ്ററിയുടെ പെർഫോമൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ദിവസത്തിന് ശേഷം പൊതുവേ നമ്മളുടെ ചാനൽ ചെയ്യുന്ന പോലത്തെ ഫോളോ അപ്പ് റിവ്യൂ ഉണ്ടായിരിക്കും. ആ ഒരു റിവ്യൂ വീഡിയോയിൽ നമ്മൾ ബാറ്ററി പെർഫോമൻസിനെ പറ്റിയും യൂസേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള ബഗ്ഗുകളെ പറ്റിയും ഇഷ്യൂസിനെ പറ്റിയും അതിനുള്ള സൊല്യൂഷൻസും നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബഗ്ഗുകളും ബഗ് ഫിക്സുകളെ പറ്റി പറയുമ്പോൾ, ഒന്ന് റാം മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ഓൾഡർ ജനറേഷൻ ഡിവൈസുകളിൽ കുറച്ചുകൊണ്ട് ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതായത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്തതിന് ശേഷം തിരികെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പം ആപ്ലിക്കേഷൻ റീലോഡ് ആകാതെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഒപ്റ്റിമൈസേഷൻ പക്കായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അപ്ഡേറ്റിന് ശേഷം
നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് എന്തൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ടോ അതെല്ലാം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സോ 2 കീബോർഡ് ലാഗും ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എനിക്കിതുവരെ അങ്ങനെ വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. പക്ഷേ സെർച്ച് ചെയ്യുന്ന സമയങ്ങളിൽ ചില സജഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം മുകളിലായിരിക്കും വരുന്നത്, ഇവിടെ എല്ലായിരിക്കും കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു ബഗ് വന്നിട്ടുണ്ട്. ബഗ് ഫിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാമറ. കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം കുറച്ചധികം യൂസേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്തൊരു കാര്യമാണ് അവരുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുമ്പം പിങ്ക് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെ വരുന്നു എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും ബഗ്ഗുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അത് പരിഹരിച്ചിട്ടുണ്ട്. സോ മസ്റ്റായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ കാർപ്ലേയുടെ കണക്ടിവിറ്റി ഇഷ്യൂ. സോ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വാഹനത്തിൽ കാർപ്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാഹനത്തിൽ കയറുമ്പം ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പെട്ടെന്ന് തന്നെ ഒരു 10 അല്ലെങ്കിൽ ഒരു മിനിറ്റിന് ശേഷം അത് ഡിസ്കണക്റ്റ് ആകുന്ന ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോ ഡിസ്കണക്റ്റ് ഇഷ്യൂ ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ പാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ iOS 26 ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഡിവൈസിലും എനിക്ക് ഇതുവരെ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ, കാർപ്ലേ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് 26.3 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടതെന്ന് വെച്ചാൽ 1 സെക്യൂരിറ്റി പാച്ചസ്, 2 വളരെ ക്രൂഷ്യലായിട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും റാം മാനേജ്മെൻറ്റും ഒക്കെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ക്യാമറ ബേസ് ചെയ്തിട്ടുള്ള കുറേ യൂസേഴ്സ് കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ് ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ബഗ് അല്ലെങ്കിൽ ഇഷ്യൂ. അതും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ നിങ്ങളുടെ ഡിവൈസ് iOS 26 അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതോടൊപ്പം ഈ പറഞ്ഞ ബഗ്ഗുകളോ പ്രോബ്ലംസോ ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys in the next video. Until then, peace out.